Hello guys, നമ്മൾ ചെയ്യാൻ പോകുന്ന question number 189, rotate array. Given an integer array nums, rotate the array to the right by k steps where k is a non-negative. Okay, നമുക്ക് k ഒരു non-negative നമ്പർ തന്നിട്ടുണ്ട്. നമുക്ക് കറണ്ട് അറേനെ ആ k ടൈംസ് റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ 1 2 3 4 5 6 7 എന്നാണ് നമ്പർ എങ്കിൽ അറേയെങ്കിൽ 3 തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് 5 6 7 1 2 3 4 ആകുന്നു. അതെങ്ങനെ 7 ഇപ്പുറത്ത് പോകുന്നു ഫസ്റ്റ്, 6 ഇപ്പുറത്ത് പോകുന്നു രണ്ടാമത്, 5th ഇപ്പുറത്ത് പോകുന്നു മൂന്നാമത്. അപ്പോൾ ആദ്യം 7 പോയി, പിന്നെ 6 പോയി, പിന്നെ 5 പോയി, അങ്ങനെ റൊട്ടേറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അറേ കിട്ടും. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ട്, പക്ഷേ ഞാൻ 2 മെത്തേഡ് ആയിരിക്കും ഇവിടെ പറയാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് 2 മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി അറേ ഇനിഷ്യലൈസ് ചെയ്യാം. അതിൻ്റെ സൈസ് ഇപ്പോൾ തന്നെ ഇനിഷ്യലൈസ് ചെയ്യണം. കാര്യം നമ്മൾ പുഷ് ബാക്ക് അല്ല ചെയ്യുന്നത്, നമ്മൾ ബോക്സ് ബ്രേസ് ഇനിഷ്യലൈസേഷൻ. അതുകൊണ്ട് നമുക്ക് ബ്രേസ്, അപ്പം ബോക്സ് മെത്തേഡ് നമ്മൾ മറ്റേ അറയ്ക്കൽ ഇങ്ങനെ ചെയ്യുമല്ലോ, ഇങ്ങനെയായിരിക്കും നമ്മൾ ഇതിൽ മള്ളിച്ച് ഇൻപുട്ട് ചെയ്യുമ്പോൾ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂൻ്റെ സൈസ് നേരത്തെ സെലക്ട് ചെയ്യണം. അപ്പം അതിൻ്റെ സൈസ് എന്തായിരിക്കും? നംസ് ഡോട്ട് സൈസ്. നമ്മുടെ ഒറിജിനൽ അറയുടെ സൈസ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ടെമ്പററി അറയിലായിരിക്കും നമ്മൾ നമ്മുടെ റൊട്ടേറ്റഡ് അറേ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം റിട്ടേൺ ഇതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ നംസിൽ തന്നെയാണ് ഇത് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ നംസിലേക്ക് ടെമ്പററി അറേ കോപ്പി ചെയ്തിടുന്നു, എന്നിട്ട് നമ്മൾ പോകും, അത് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ എങ്ങനെ ഈ ടെമ്പററി അറേയിൽ നമ്മൾ ഈ സോർട്ടഡ് ഈ റൊട്ടേറ്റ് ചെയ്ത് എങ്ങനെ നമ്മൾ വാല്യൂസ് കൊടുക്കും? ഓക്കെ, നമുക്കത് നോക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് നമ്മുടെ അറേ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. K3 ആണ്. 3 തവണ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം. നമുക്ക് ഇതിനകത്തൊരു ഫോർമുലയുണ്ട്. ഫോർമുല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ K എന്ന് പറയുന്നത് 3 എന്ന് പറയുമ്പോൾ ഈ K എന്ത് വേണമാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം K3 ആണ്. ഈ 1 3 ടൈംസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എവിടെ പോകും? 1 2 3 ഇവിടെ പോകും. 2 3 ടൈംസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1 2 3 ഇവിടെ പോകും. 3 3 ടൈംസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1 2 3 ഇവിടെ പോകും. 4 3 ടൈംസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1 2 3 ഇവിടെ പോകും. 5 3 ടൈംസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1 2 പിന്നെ ഇവിടെ പോകും 3 ഇവിടെ പോകും. 6 3 ടൈംസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1 2 3 ഇവിടെ പോകും. 7 3 ടൈംസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1 2 3 ഇവിടെ പോകും. അപ്പോൾ അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോൾ ഈ നമ്പർ K എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അറേയുടെ സൈസിന് പുറത്ത് പോയാലും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ച് അറേ തന്നെ വരണം. അപ്പോൾ അതിന് നമ്മളൊരു ഫോർമുല യൂസ് ചെയ്യും. ആ ഫോർമുലേൻ്റെ പേരാണ്, ആ ഫോർമുലയാണ് ഈ ഫോർമുല. ടെമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പററി അറേ ഇനിഷ്യലൈസ് ചെയ്തത് I+K മോഡ് ARO സൈസ് ഇത് ARO. ഇതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഫോർമുല. അപ്പോൾ എങ്ങനെയാണ് ഈ ഫോർമുല വർക്കാവുന്നത്? I+K എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും I+K ടൈംസ് ഷിഫ്റ്റ് ചെയ്യുന്ന ഷിഫ്റ്റ് ആണ് ഈ I+K എന്ന് പറയുന്നത്. I+K മോഡ് ARO സൈസ്. ARO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അറേയുടെ സൈസ്. അതെങ്ങനെയാണ്? അതായത് നമ്മൾ ഏത് നമ്പറിനെ n ആയിട്ട് നമ്മൾ മോഡ് ചെയ്യുന്നു അതിൻ്റെ ആൻസർ 0 to n-1 റേഞ്ചിലായിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഫോർ എക്സാമ്പിൾ 5 മോഡ് 10 എത്രയാണ്? 5 മോഡ് 10 5 ആണ്. 1 മോഡ് 10 1 ആണ്. 10 മോഡ് 10 0 ആണ്. 15 മോഡ് 10 5 ആണ്. അതായത് നമ്മൾ ഏത് നമ്പറിനെ 10 കൊണ്ട് മോഡ് ചെയ്താലും 0 to 10-1 0 to 9 റേഞ്ചിലായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഇഫ് യു മോഡ് ബൈ n ആൻസർ വിൽ ബി 0 to n. നമുക്ക് അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ ഈ അറേ ഡോട്ട് സൈസ് ആയിട്ട് മോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് നമ്പറായിട്ട് മോഡ് ചെയ്താലും അതിൻ്റെ ആൻസർ 0 to അറേ ഡോട്ട് സൈസ് -1 റേഞ്ചിലായിരിക്കും ആൻസർ കിട്ടുക. അതാണ് ഇവിടെ ഇൻഡ്യൂഷൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് K ഇപ്പം ഏത് നമ്പറായിട്ട് ഇപ്പം വലിയ നമ്പറൊക്കെ ആവും, K 20 ആവാം. ഇപ്പം I 20 ടൈംസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് I+2 ഇപ്പം 1 20 ടൈംസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. പക്ഷേ ഇത്രയും ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ജസ്റ്റ് അതിനെ ഇവിടെ ഷിഫ്റ്റ് ചെയ്ത പോലെ. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ മോഡ് ചെയ്യുന്നത്. K മോഡ് ARO സൈസ് നമുക്ക് ചെയ്തിട്ട് ഇങ്ങനെയും ചെയ്യാം. പക്ഷേ ഈ മെത്തേഡിൽ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ മെത്തേഡ് നമുക്ക് ഡയറക്റ്റ് I+K മോഡ് ARO സൈസ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ റേഞ്ചിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ കിട്ടും. മനസ്സിലാക്കി? ഇത് മനസ്സിലാക്കാൻ വലിയ പാടില്ല, നമുക്കൊന്ന് ആലോചിച്ചൊക്കെ കിട്ടാന്നേ ഉള്ളൂ. മനസ്സിലായി? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അറയുടെ സൈസ് 7 ആണ്, പക്ഷെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത് 8 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും? 2 ഇപ്പം ഈ നമ്പറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 8 ടൈംസ് ഷിഫ്റ്റ് ചെയ്യണം. 1 2 3 4 5 6 7 8 ഇവിടെയാണ് ഷിഫ്റ്റ് ആവേണ്ടത്.
അപ്പം ഈ ഇവിടെയാണ് ഷിഫ്റ്റ് ആവുണ്ടെങ്കിൽ 8 ടൈംസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ജസ്റ്റ് 1 ടൈം ഷിഫ്റ്റ് ചെയ്ത പോലെ. ആ 1 എങ്ങനെ കിട്ടും ആൻസർ? ആ 1 കിട്ടുന്ന ആൻസർ എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ടൈംസ് ആണല്ലോ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. 8 നമ്മുടെ സൈസ് എത്രയാണ്? ആരുടെ സൈസ് എത്രയാണ്? 7. 8 mod 7 എന്ന് പറയുന്നത് 1. മനസ്സിലായില്ലേ? 8 mod 7 എന്ന് പറയുന്നത് 1. അപ്പം എത്ര തവണ ഷിഫ്റ്റ് ചെയ്തു? 1 തവണ ഷിഫ്റ്റ് ചെയ്തു. 3 നേരെ ഇവിടെ വന്നു. കാര്യം ഇവിടെ 3 1 2 3 4 5 6 7 8 ചെയ്താലും ഇവിടെയാണ് എത്തുന്നത്. നമ്മൾ 1 ടൈം ചെയ്താലും ഇവിടെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 8 എളുപ്പം ഏതാണ്? 1 ടൈം ഷിഫ്റ്റ് ചെയ്യാനാണ്. അപ്പം അതാണ് നമ്മുടെ ഇവിടെ ഇൻറ്റ്യൂഷൻ. I plus k മോഡ് എയർ ഓഫ് സൈസ് ഏത് പൊസിഷനിലാണോ ആ പൊസിഷനിൽ നമ്മൾ കറണ്ട് I കൊണ്ട് കോപ്പി ചെയ്തിരുന്നു. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ടെമ്പററി എയർ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യണം. എന്നിട്ട് അതിൽ ചെയ്യും. നമുക്ക് ഫസ്റ്റ് മെത്തേഡും ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി വേറെ ഇനിഷ്യലൈസ് ചെയ്തു. നമുക്ക് ഫോർ ലൂപ്പ് കൊടുക്കാം. ഇൻറ്റ് I is equal to 0 nums dot size I plus plus. അത് ടെമ്പററിക്കകത്ത് I plus k mod nums dot size. nums dot size. ഓക്കെ ആണ്. is equal to എന്താണ്? കറണ്ട് എലമെന്റ് ഓഫ് ദ നംസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ എന്തായി? നമ്മുടെ ടെമ്പററി അറയിൽ റൊട്ടേറ്റഡ് വേയിൽ നമ്മൾ സംഭവം എല്ലാ വാല്യൂസ് കിട്ടും. പക്ഷേ ഈ നമ്മൾ നംസിലായിരിക്കണം നമ്മുടെ ആൻസർ കിടക്കേണ്ടത്, ടെമ്പററി അറയിൽ. അപ്പോൾ നമ്മൾ ഇതിനും കോപ്പി ചെയ്യണം. നംസിലേക്ക് ടെമ്പററി അറ കോപ്പി ചെയ്താൽ ഈ സി പ്ലസ് പ്ലസ് അത് വളരെ ഉള്ളപ്പോൾ നംസ് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി ചെയ്യും. ഓൾറെഡി കോപ്പി ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്തു. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ട് അത് നമുക്ക് കാണാം. ഓക്കെ, ഇതൊരു മെത്തേഡാണ്. നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഈസി മെത്തേഡ്, അതായത് കുറച്ചുകൂടെ ഒരു ലോജിക്കൽ മെത്തേഡാണ്. ഇത് കുറച്ചുകൂടെ ഫാസ്റ്ററാണ്. ഓക്കെ, നമ്മൾ ഒരു അറേ തന്നിട്ടുണ്ട്. നമുക്കതിനെ 3 ടൈം ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ 3 ടൈം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 0 to k ടൈം ഷിഫ്റ്റ് ആണെങ്കിൽ 0 to k 3 ആണെന്നുണ്ടെങ്കിൽ 0 to 3 ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുന്നു. 3 to end of the array വേറൊരു ഗ്രൂപ്പായിട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഗ്രൂപ്പ് തിരിച്ചിട്ട് കളിയാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ അറേനെ ഈ അറയാണല്ലോ ആക്കേണ്ടത്. ഈ അറേനെ ഈ അറേ എങ്ങനെയാകും? 2 സ്റ്റെപ്പാണ് ഈ അറേനെ ഈ അറേ ആക്കാൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫുൾ അറേ ഒന്ന് റിവേഴ്സ് ചെയ്യും. ഈ ഫുൾ അറേ ഒന്ന് റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അറേ കിട്ടും. 7 6 5 4 3 2 1. ഈ ഫുൾ അറേ റിവേഴ്സ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ അറേനെ എങ്ങനെ ഈ അറേ ആക്കും? ഈ അറേനെ എങ്ങനെ ഈ അറേ ആക്കും? അതിന് 2 സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 0 to k വരെയുള്ള എലമെന്റ്സ് നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 7 6 5 റിവേഴ്സ് ചെയ്തു. 5 6 7 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. k to end ഉള്ള റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 4 3 2 1 ആയിരുന്നു. 1 2 3 4 1 2 3 4 അതാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം ആൻസർ ഇത് വേണമെന്നുണ്ടെങ്കിൽ 3 സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ അറേ റിവേഴ്സ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 0 to k വരെയുള്ള എലമെന്റ്സ് റിവേഴ്സ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ k to end വരെയുള്ള എലമെന്റ്സ് റിവേഴ്സ് ചെയ്യുക. ഈ 3 റിവേഴ്സൽ സ്റ്റെപ്പ് ഉപയോഗിച്ച് നമുക്ക് ഏത് അറേനെയും റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് അടുത്ത മെത്തേഡ്. ഈ മെത്തേഡ് നമുക്ക് ചെയ്യാം. നമുക്ക് ഒരു സെപ്പറേറ്റ് റിവേഴ്സ് മെത്തേഡൊക്കെ എഴുതി നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ നമുക്ക് റിവേഴ്സ് അല്ലെങ്കിൽ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് അൽഗോരിതംസ് റിവേഴ്സ് വരുന്നത് ലീഡ് കോഡിൽ അത് ഓൾറെഡി അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എളുപ്പത്തിനുള്ളിൽ നമുക്ക് ഇങ്ങനെ nums dot begin. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ അറേ റിവേഴ്സ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നാണ് 0 to the kth എലമെന്റ് വരെ റിവേഴ്സ് ചെയ്യും. അപ്പോൾ റിവേഴ്സ് nums dot begin kth എലമെന്റ് nums dot begin plus k. മൂന്നാം സ്റ്റെപ്പ് എന്താണ്? k to end വരെ റിവേഴ്സ് ചെയ്യാം. റിവേഴ്സ് nums dot begin plus k to nums dot end. ഓക്കെ, പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇവിടെ k നമ്മുടെ ഫോർ എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മൾ വലിയ വാല്യൂസ് ആണ്. k ഇപ്പം 20 ഒക്കെ ആണെങ്കിൽ ഓൾറെഡി അറയുടെ പുറത്താണ്. അപ്പം നമ്മളിവിടെ ബിഗിൻ പ്ലസ് k ഇട്ട് കഴിഞ്ഞാൽ എന്താ അറയ്ക്ക് പുറത്തായിരിക്കും നമ്മുടെ പോയിന്റർ ഇടാക്കുക. അപ്പം നമുക്ക് പോയിന്റർ അറ വരും. അപ്പോൾ നമ്മൾ k എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ട്രിം ചെയ്യണം. ട്രിം ചെയ്ത് നമ്മളെ കറക്റ്റ് വാല്യൂസ് ഉണ്ട്. k ഈക്വൽ ടു k മോഡ് nums dot സൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആവശ്യമുള്ള വാല്യൂ നമുക്ക് കിട്ടും. വലിയ വാല്യൂസ് ഉണ്ട്. അപ്പം കറക്റ്റ് റൊട്ടേറ്റ് ട്രിം ചെയ്യുന്നത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞ് നോക്കാം.
സംഭവം പറഞ്ഞാൽ ഡോട്ട് ആട്ടോ തോന്നുന്നു. ഇതാണ് മറ്റേതിനെക്കാൾ ഫാസ്റ്റർ ഇതാണ്. ഓക്കെ.